പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കെല്ലാവർക്കും ആഗ്രഹം എന്താണ്? ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കണമെന്നാണ്. വെറുതെ ജീവിച്ചാൽ പോരാ, നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കണം, അല്ലേ? നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ എല്ലാ കാര്യവും നമുക്ക് സ്വന്തമായിട്ട് നിർവഹിക്കാൻ പറ്റണം. മറ്റൊരാളുടെ സഹായം കൂടാതെ എല്ലാ കാര്യവും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റണം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. ചുമ്മാ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമുക്ക് ആയുസ് അല്ലാഹു തആല ദീർഘിപ്പിച്ച് തരണം. അതും വെറും ആയുസ്സല്ല, ആരോഗ്യമുള്ള ആയുസ് കിട്ടണം. പ്രത്യേകിച്ച് ഇപ്പോൾ റമദാനൊക്കെ വരികയാണ്. റമദാനിലേക്ക് നമുക്ക് ആയുസ്സോടുകൂടി എത്തണം, ആഫിയത്തോടുകൂടി എത്തണം. റമദാനിലേക്ക് ഒരുപാട് നന്മ ചെയ്യണം. അതിനെന്താ ശ്രദ്ധിക്കേണ്ടത്? ഒരു 7 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ജീവിതത്തിൽ ഒരു 7 കാര്യം ശ്രദ്ധിച്ചാൽ അല്ലാഹു തആല നമ്മുടെ ആയുസ് നീട്ടിത്തരുമെന്നാണ്. ആയുസ് നീട്ടിക്കിട്ടുന്നതോടൊപ്പം തന്നെ ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് അല്ലാഹു തആല എല്ലാവർക്കും കൊടുക്കൂല, ചില ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു സൗഭാഗ്യമാണ്. അപ്പൊ ആയുസ് നീട്ടിക്കിട്ടണം, അതിൽ ഒരുപാട് നന്മയും ചെയ്യാൻ പറ്റണം. അതിന് ശ്രദ്ധിക്കേണ്ട 7ഓളം കാര്യങ്ങൾ, കൂട്ടത്തിൽ 2 ദുആ പഠിക്കാം. 2 ദുആ നമ്മൾ സ്ഥിരമായി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആയുസ് അല്ലാഹു തആല ദീർഘിപ്പിച്ചു തരും. അതോടൊപ്പം തന്നെ നമുക്ക് റമദാനിലേക്ക് ആഫിയത്തോടെ ആരോഗ്യത്തോടു കൂടി എത്താനും ഒരുപാട് ഇബാദത്ത് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി ശ്രദ്ധിക്കേണ്ട 7ഓളം കാര്യങ്ങൾ വിശദമായി നമ്മൾ പറയുന്നു. അവസാനം വരെ കാണണേ. ഇതെല്ലാവർക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ദിവസം ഉൾപ്പെടെ ഇനിയുള്ള എല്ലാ ദിവസവും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്ത് സുന്നത്തുകൾ ധാരാളമായി എടുത്ത് നബിതങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി നല്ല ഒരു ജീവിതം നയിക്കാൻ റബ്ബ് നമുക്കെല്ലാവർക്കും അവസരം തരട്ടെ, ഭാഗ്യം തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് വിശുദ്ധമായ റജബ് മാസത്തിന്റെ ഈ 8ാമത്തെ ദിവസമാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് സുന്നത്തായ നോമ്പ് എടുത്തിട്ടുള്ള നിരവധി ഉമ്മമാരുണ്ടാകും, ഉപ്പമാരുണ്ടാകും, വാപ്പമാരുണ്ടാകും, ചെറിയ മക്കളുണ്ടാകും. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ നോമ്പുകളെയൊക്കെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഇന്നിപ്പോൾ നോമ്പ് എടുത്തവരുണ്ട്, പക്ഷെ പലപ്പോഴും ചിലപ്പോൾ നീയത്ത് മറന്നുപോയവരുണ്ടാവാം, അല്ലെങ്കിൽ നീയത്ത് വെക്കാതെ വിട്ടുപോയവരുണ്ടാവാം. അപ്പോൾ ഇന്ന് ഉച്ചക്ക് മുമ്പാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ 2 നീയത്ത് വെച്ചോ. ഒന്ന്, റജബ് മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. 2ാമത്തെ നീയത്ത്, തിങ്കളാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു. ഈ 2 നീയത്തും വെക്കാം. പിന്നെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പിന്റെ നീയത്ത് വെക്കണമെങ്കിൽ ഇന്നലെ രാത്രി വെക്കണമായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി വെക്കാത്തവരുണ്ടെങ്കിൽ ആ റമദാനിന്റെ നോമ്പ് നമ്മൾ ഇന്നത്തെ നോമ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റൂല. അത് നമ്മൾ തലേ ദിവസം തന്നെ ഫർദായ നോമ്പിന്റെ നീയത്ത് വെക്കണം. അപ്പോൾ ഈ 2 നീയത്ത്, ഈ സുന്നത്തായ 2 നോമ്പിന്റെ നീയത്ത് നമുക്ക് ഇന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന അനുഷ്ഠിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. റജബ് മാസമാണ്. റജബ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസം നമ്മളോട് വിട പറയാൻ ഒരുങ്ങും. ഇന്നിപ്പോൾ റജബ് 8ആയി. ഇനി 9, 10 2 ദിവസം കൂടി കഴിഞ്ഞാൽ റജബിന്റെ 1/3 ഭാഗം വിട പറഞ്ഞു. പിന്നെ റജബ് പകുതിയായി, പിന്നെ റജബ് കഴിഞ്ഞു, പിന്നെ ഷഅബാൻ വരുന്നു. അപ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ഷഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന ആ പുണ്യമായ ദുആ എൻ്റെ ഉമ്മച്ചിമാര് വിട്ടുപോകാൻ പാടില്ല. റജബ് മാസത്തിന്റെ ബറക്കത്ത് നമുക്ക് മുഴുവനായിട്ടും കിട്ടണം. റജബ് മാസത്തിന്റെ ബറക്കത്ത് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം, ഷഅബാനിൽ എങ്ങനെ ബറക്കത്ത് നേടിയെടുക്കാം എന്നൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഈ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ഷഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നൊരു ദുആ നമ്മൾ പറയാം. വബല്ലിഗ്നാ റമളാൻ. അപ്പോൾ ആദ്യം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ഷഅബാൻ, അല്ലാഹുവേ റജബിലും ഷഅബാനിലും ബറക്കത്ത് തരണം. എന്താണ് ബറക്കത്ത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ശേഷം പറയുന്നത് വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ എന്നാണ്. റമളാനിലേക്ക് എത്തിക്കണം, അല്ലെ? റമളാനിലേക്ക് നമ്മൾ എത്തണം, അല്ലെങ്കിൽ റമളാൻ നമ്മളിലേക്ക് വരണം. അപ്പൊ അതിനെന്ത് വേണം? റമളാൻ വരെ നമുക്ക് ആയുസ് നീട്ടിക്കിട്ടണം. ഇന്നിപ്പോ നമ്മൾ എത്ര ആരോഗ്യവാനാണെന്ന് പറഞ്ഞാലും, ഏത് സമയത്ത് എത്ര രോഗമില്ല എന്ന് നല്ല ഹെൽത്തി ബോഡിയാണെന്ന് പറഞ്ഞാലും മരണം ഏത് സമയത്തും സംഭവിക്കാം. ഇപ്പം ഞാൻ പറയുന്നത്, എനിക്കിപ്പോൾ കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല, പ്രഷറൊന്നുമില്ല, ഞാൻ നല്ല ഹെൽത്തി ബോഡിയാണ് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇൻഷാ അല്ലാഹ് എനിക്ക് ഒരു 100 വർഷം വരെ ജീവിക്കാൻ പറ്റും എന്നൊന്നും ഞാൻ വിശ്വസിക്കേണ്ട. കാരണം എന്നാണോ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് രോഗമൊന്നുമില്ല എന്നറിയുന്നത്, ചിലപ്പോൾ അന്ന് തന്നെ ഞാൻ മരിക്കാം. ഒരു ഗ്യാരൻറ്റിയും ഇല്ല. ഇപ്പം നമ്മൾ വാങ്ങുന്ന ഇപ്പോൾ ഈ ഫോണിൻ്റെ കവറ്, അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വാച്ച്,
ഇതിനൊക്കെ ഗ്യാരണ്ടി വാറണ്ടി ഉണ്ട്. ഇതൊക്കെ പൊട്ടിയാൽ നമുക്ക് മാറ്റിയെടുക്കാം. ഈ വാച്ച് കേടായി പോയാൽ ഇത് കൊണ്ടുപോയാൽ ഫ്രീ ആയിട്ട് ശരിയാക്കി തരും, അല്ലെങ്കിൽ ഈ വാച്ച് തന്നെ എനിക്ക് മാറിത്തരും. ഗ്യാരണ്ടി വാറണ്ടിക്ക് ഉള്ളതാണ്. പറഞ്ഞു വന്നത്, എല്ലാ വസ്തുക്കൾക്കും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. പക്ഷെ ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത ഒരൊറ്റ കാര്യമുള്ളൂ, അത് മനുഷ്യന്റെ ജീവിതമാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നമ്മൾ മരിച്ചു പോവേണ്ടവരാണ്. അപ്പോൾ ഏതായാലും നമുക്ക് റമദാനിലേക്ക് ഒന്ന് എത്തണം അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ റജബാണ്, ഇനി ഷഅബാനുണ്ട്, റമദാൻ. അപ്പൊ റമദാനിലേക്ക് നമുക്ക് ആയുസ്സോടെ വെറുതെ എത്തിയാൽ പോരാ. നമ്മളിപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ഒരു ആക്സിഡന്റ് പറ്റി, ഒരു രോഗം വന്നു, കിടന്ന കിടപ്പിലാണ്, മലമൂത്ര വിസർജനമൊക്കെ ഇങ്ങനെ കട്ടിലാണ്, അള്ളാഹു കാക്കട്ടെ, ആമീൻ ആമീൻ ആമീൻ. അപ്പൊ അങ്ങനെ നമുക്ക് റമദാനിലേക്ക് എത്തിയിട്ട് കാര്യമില്ല. മറിച്ച് നല്ല ആഫിയത്തോടെ ആരോഗ്യത്തോടെ റമദാനിലേക്ക് എത്തി, റമദാനിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലവണ്ണം ഇബാദത്ത് ചെയ്യാൻ പറ്റുക, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ റമദാനിലേക്ക് ആഫിയത്തോടെ ആരോഗ്യത്തോടെ നമുക്ക് എത്താനും റമദാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അടുത്ത വർഷവും റമദാനിലേക്ക് സ്വീകരിക്കാൻ, അതായത് ഒരുപാട് റമദാനുകളെ ജീവിതത്തിൽ സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടാവുക, അതായത് ആയുസ് ദീർഘിച്ച് കിട്ടുക, ആഫിയത്തുണ്ടാവുക, അതിന് 7 കാര്യം ശ്രദ്ധിക്കണം. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. അതായത് ഭൂരിഭാഗം ആളുകളും ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് അതിൻ്റെ ഇടയിൽ മരണപ്പെട്ടു പോകുമെന്നാണ്. മുൻകാല സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ അവരൊക്കെ 300, 400, 500, 200 വർഷമൊക്കെ ജീവിച്ച ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് സൽക്കർമ്മം ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് കുറഞ്ഞ വയസ്സാണുള്ളത്, ഏത് സമയത്തും മരണപ്പെട്ടു പോകാം. അതുകൊണ്ട് ചെയ്യുന്ന അമലുകൾ അല്ലെങ്കിൽ നമുക്ക് ആയുസ്സുള്ള അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള സമയം നന്മയിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പരമാവധി ചെയ്യുക. ചില ആൾക്കാർ ചോദിക്കും, അങ്ങനെ നമുക്ക് ആയുസ്സൊക്കെ ദീർഘിപ്പിച്ച് കിട്ടും, അള്ളാഹു തആല നമ്മുടെ മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും മരണം വരൂലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരോട് പറയട്ടെ, അള്ളാഹുവിൻ്റെ വിധി 2 രൂപത്തിലാണ്. ഒന്ന് മുബറമായ ഖലാ, മുബറമായ വിധിയുണ്ട്. 2 മുഅല്ലഖായ വിധിയുണ്ട്. മുബറമായ വിധി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത വിധിയാണ്. നമ്മൾ എത്ര ദുആ ചെയ്താലോ ആരൊക്കെ എന്തൊക്കെ പരിശ്രമിച്ചാലും ആ വിധി മാറ്റാൻ പറ്റൂല. അതിൽ പെട്ടതാണ് നമ്മുടെ മരണം സംഭവിക്കുക അല്ലെ. നമ്മൾ ചിലപ്പോൾ ആയുസ് ദീർഘിപ്പിച്ച് കിട്ടിയാലും നമ്മൾ എന്നായാലും മരിക്കുമല്ലോ, മരിക്കും. അപ്പൊ മരണം നമുക്ക് ഇല്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. എപ്പോഴാണെങ്കിലും മരിക്കും. അതിന് ആരൊക്കെ ദുആ ചെയ്താലും, ഏത് തങ്ങൾ വന്നാലും, ഏത് ഉസ്താദ് വന്നാലും, എന്തൊക്കെ മന്ത്രം തന്ത്രം ചെയ്താലും മരിക്കുന്നവരാണ് നമ്മൾ. എന്തായാലും മരിക്കുമെന്ന് ഉറപ്പാണ്. രണ്ടാമത്തേത്, ആ മരിക്കും ഉറപ്പാണ്, പക്ഷെ ആ മരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റും. അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ. നമുക്ക് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടുന്ന ഒന്നാമത്തെ കാര്യമാണ് എന്ത്? സിലത്തുറഹം, കുടുംബ ബന്ധം ചേർക്കുക. ഇപ്പൊ തന്നെ പല ആൾക്കാരും നിർത്തി, വേറെ പണിയില്ല ഉസ്താദെ, കുടുംബം, നിങ്ങൾ എപ്പോൾ എന്തൊക്കെ കാര്യം പറഞ്ഞാൽ കുടുംബം എന്താ ചേർക്കുക, പിണക്കം മാറ്റുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നാൽ നിങ്ങൾ എന്തായിരിക്കും എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ പിണങ്ങാനിപ്പോൾ വലിയ കാര്യമൊന്നും വേണ്ട, ആനക്കാര്യമൊന്നും വേണ്ട പിണങ്ങാൻ. ചില നിസ്സാരമായ കാര്യം മതി മനുഷ്യന്മാർക്ക് പിണങ്ങാൻ. അതായത് ഇപ്പോൾ കല്യാണത്തിന് വിളിച്ചു, പക്ഷെ അവന് ഫോണിലാണ് വിളിച്ചത്, അവൻ എന്നെ നേരിട്ട് വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോവില്ല. പിണക്കത്തിന്റെ കാര്യമാണ്. ഫോണിലാണ് എന്നെ വിളിച്ചത്, അത് പറ്റൂലല്ലോ, അവനിക്ക് നേരിട്ട് വന്ന് വിളിക്കാൻ പാടില്ലേ. ഞാൻ എൻ്റെ മകളുടെ കല്യാണം നേരിട്ട് പോയി വിളിച്ചതാണ്. ഒരുപക്ഷെ ആ പാവപ്പെട്ട മനുഷ്യനെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വരാൻ അസൗകര്യമുള്ളത് കൊണ്ടാവാം, അവന് ഫോണിലെങ്കിലും വിളിച്ചല്ലോ എന്ന് വിചാരിച്ചു പോവലാണ് വേണ്ടത്. പക്ഷെ നമ്മുടെ ആത്മാഭിമാനം സമ്മതിക്കൂല പലരുടെയും അല്ലേ. ഈ പറയുന്ന എൻ്റെ ഉൾപ്പെടെ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരോട് മിണ്ടാനൊരു ആത്മാഭിമാനം നമുക്ക് സമ്മതിക്കൂല. ഞാൻ വിളിച്ചല്ലോ, ഞാൻ പോയല്ലോ, എന്നിട്ട് അവൻ വന്നില്ലല്ലോ, അതുകൊണ്ട് വിളിക്കൂല. പ്രത്യേകിച്ച് ഈ കല്യാണം വിളിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാടുണ്ട്. ഈ പെണ്ണുങ്ങൾക്കിടയിലാണ് ഇത് കൂടുതലെന്ന് എനിക്ക് തോന്നണം കേട്ടോ. അള്ളാഹു ആലം, അവൾ എന്നെ വിളിച്ചില്ലല്ലോ അതുകൊണ്ട് പോകണ്ട, അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണ്. അങ്ങനെയുണ്ട് ചില ആൾക്കാർ കല്യാണത്തിന് പോകും, പക്ഷേ പിണക്കത്തിൻ്റെ കാരണം എന്താണെന്നറിയോ? ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചില്ല. എങ്ങനെ? ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടി നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ചില്ല, അതിന് പിണങ്ങുന്ന ആളുകളുണ്ട്. എത്ര ആൾക്കാർ പിണങ്ങി നിൽക്കുന്ന അറിയോ? നിസ്സാരമായ കാര്യങ്ങൾക്കാണ് പിണക്കം. പല കുടുംബങ്ങളിലും പല നിസ്സാരമായ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ചിരി വരികയാണ്. അപ്പോൾ ഈ കുടുംബ ബന്ധം ചേർക്കാതെ മുറിച്ച് കളയുന്ന ആളുകളുണ്ട്. വാപ്പാനോട് മിണ്ടൂല, ഉമ്മാനോട് മിണ്ടൂല, ഭാര്യയോട് മിണ്ടൂല, ഭർത്താവിനോട് മിണ്ടൂല, മക്കളോട് മിണ്ടൂല, സഹോദരനോട് മിണ്ടൂല, സഹോദരിയോട് മിണ്ടൂല, മൂത്താപ്പാനോട്, കൊച്ചാപ്പാനോട്, എളീമയോട്, എളാപ്പയോട്, മാമയോട്, മാമിയോട്, അയൽവാസികളോട്, കൂട്ടുകാരോട് നിസ്സാര കാര്യത്തിന് പിണങ്ങി നിൽക്കുന്നവർ. അങ്ങനെയുള്ള ആളുകൾക്ക് ആയുസ് ചുരുങ്ങിപ്പോകുമെന്നാണ്. പെട്ടെന്നുള്ള മരണം സംഭവിക്കും. ഇനി അഥവാ ആയുസ് ദീർഘിച്ച് കിട്ടിയാലും അതിലൊരു ബറക്കത്ത് ഉണ്ടാവില്ല. ചെയ്യുന്ന കാര്യമൊക്കെ വെറും പരാജയമായിരിക്കും.
അതുകൊണ്ട് ഹദീസിൽ വന്നതാണ്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. അയാളിങ്ങനെ ദാവൂദ് നബിയോട് ഇങ്ങനെ സംസാരിച്ചു, അയാൾ പോയി. അപ്പം മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, റൂഹിനെ പിടിക്കുന്ന മലക്കാൻ. എന്നിട്ട് പറഞ്ഞു, ദാവൂദ് നബിയെ, നിങ്ങളോടിപ്പോൾ സംസാരിച്ചു പോയ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവൻ നാളെ മരിക്കും, കാരണം അവൻ്റെ ആയുസ് നാളെ വരെ ഉള്ളൂ. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ചെറുപ്പക്കാരനെ ആര് കണ്ടു? ദാവൂദ് നബി കണ്ടു. അത്ഭുതമായി. നാളെ മരിക്കുമെന്ന് പറഞ്ഞ് ആയുസ് കുറഞ്ഞു പോയ ആള് ഒരു മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും പയറ് പോലെ നടക്കുന്നു. മഹാനായ അസ്രായിൽ എന്ന മലക്കിനോട് ദാവൂദ് നബി ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് ഇയാൾ മരിക്കും, ഇയാൾ മരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ദാവൂദ് നബിയോട് അസ്രായിൽ എന്ന മലക്ക് പറഞ്ഞു, ശരിയാണ്, അവനെ റൂഹിനെ പിടിക്കാൻ നിശ്ചയിച്ചതാണ്. പക്ഷേ അവൻ പോയത്, നിങ്ങളുടെ അടുക്കൽ നിന്നും ആ ചെറുപ്പക്കാരൻ പോയത് അവൻ്റെ ഉമ്മയുടെ അനുജത്തിയുടെ അടുക്കലാണ്. ആ ഉമ്മയുടെ അനുജത്തിയുമായിട്ട് ചെറിയൊരു പിണക്കമുണ്ടായിരുന്നു. അവനത് തീർത്തു. ആ പിണക്കം തീർത്തത് കൊണ്ട്, ആ കുടുംബ ബന്ധം ചേർത്തത് കൊണ്ട് അവർക്ക് അള്ളാഹു താല ഒരു മാസമല്ല 1 വർഷത്തോളം അവർക്ക് അള്ളാഹു ആയുസ് ദീർഘിപ്പിച്ചു കൊടുത്തു. പലപ്പോഴും നമ്മൾ വലിയ അപകടങ്ങളൊക്കെ വരും, അല്ലേ, ഒരു ആക്സിഡന്റ് വരും, പലപ്പോഴും നമ്മൾ മരിച്ചു പോവേണ്ടതാണ്. എന്താ കാരണം എന്നറിയോ? നമ്മൾ ചേർക്കുന്ന കുടുംബ ബന്ധമായിരിക്കും. മിണ്ടാത്തവരോട് നമ്മൾ മിണ്ടിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മളോട് പിണങ്ങിയിട്ടും നമ്മൾ എന്ത് ചെയ്യാം, മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോയി മിണ്ടിയത് കൊണ്ടാവാം അള്ളാഹു നമ്മുടെ ആയുസ് ദീർഘിപ്പിച്ചു തരുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം. എല്ലാവരോടും സംസാരിക്കുക, എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുക, ആരോടും ഒരു വെറുപ്പില്ല. അപ്പം തന്നെ എന്ത് ചെയ്യാണ്, പകുതി നമ്മുടെ ശാരീരികമായ ആരോഗ്യം നന്നാവും. മൂന്നാമത്തെ കാര്യം അതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ ശരിയാണോ, ഷുഗർ ലെവൽ ശരിയാ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ബോഡി വെയിറ്റ്, അതൊക്കെ ശ്രദ്ധിക്കേണ്ട രൂപത്തിൽ എന്താണ് വ്യായാമം ചെയ്യുക, അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക. പിന്നെ പടച്ചോൻ മരണം എപ്പോഴാണെങ്കിലും വരും, ആയിക്കോട്ടെ, സമ്മതിച്ചു. പക്ഷെ എന്നാലും നമ്മൾ നോക്കേണ്ട നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ശാരീരിക ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കുക. അത് നമുക്ക് എന്താണ്, ആയുസ് ദീർഘിച്ച് കിട്ടാൻ കാരണമാണ്. പിന്നെ ആരോടും വെറുപ്പ് വേണ്ട. ഇങ്ങനെ മനസ്സിലിങ്ങനെ വെറുപ്പും വിദ്വേഷവും അസൂയ കുശുമ്പൊക്കെ വെക്കും തോറും എന്താണ്, നമ്മുടെ മനസ്സിൽ പല മോശപ്പെട്ട നെഗറ്റീവായ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് നമ്മുടെ ശരീരം വീക്കാവാനും അതുവഴി വേഗം മരിച്ചു പോകാനും സാധ്യതയുണ്ട്. മൂന്നാമത്തേത് ഹുസ്നുൽ ജിവാർ എന്നാണ്. നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ നന്നാക്കുക, അയൽവാസികളോട് നല്ല രൂപത്തിൽ പെരുമാറുക. അതെന്താണ്, നമ്മുടെ ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാൻ കാരണമാണ്. മറ്റൊന്നാണ് ഉമ്മയുടെയും വാപ്പയുടെയും നല്ല ദുആ കിട്ടുക. ഉമ്മാനോടും വാപ്പാനോടും നല്ല രൂപത്തിൽ പെരുമാറുക, അതും ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാൻ കാരണമാണ്. ഒരു മനുഷ്യൻ വാപ്പാനോടും ഉമ്മാനോടും മോശമായിട്ട് പെരുമാറിയാൽ 3 ശിക്ഷ അവനിക്ക് അള്ളാഹു തആല കൊടുക്കുമെന്ന്. ഒന്നാമത്തെ ശിക്ഷ, അവൻ്റെ ആയുസ് അള്ളാഹു തആല കുറച്ചു കളയും. 2, അവൻ്റെ കച്ചവടം, അവൻ്റെ കുടുംബം അള്ളാഹു തആല ബറക്കത്ത് കൊടുക്കൂല. 3, അവനെ ഇടങ്ങേറാക്കുന്ന മക്കൾ അള്ളാഹു തആല കൊടുക്കും. ഇനി ഉമ്മാനോടും വാപ്പാനോടും നല്ല രൂപത്തിൽ പെരുമാറിയാലോ 3 ഗുണങ്ങളുണ്ട്. 1, അവൻ്റെ ആയുസ് അള്ളാഹു തആല ദീർഘിപ്പിച്ച് കൊടുക്കും. 2, അവൻ്റെ കച്ചവടം, അവൻ്റെ കുടുംബം, അവൻ്റെ ബിസിനസ്സിൽ അള്ളാഹു തആല പൊലിമ ബറക്കത്തിലാക്കി കൊടുക്കും. 3-മത്തേത്, അവനെ അനുസരിക്കുന്ന നല്ല മക്കളെ പടച്ചോൻ കൊടുക്കുമെന്ന്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നല്ല ആഫിയത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി നല്ലവണ്ണം ദുആ ചെയ്യണം. എങ്ങനെയാണ് ദുആരക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. പലപ്പോഴും നമ്മൾ ഈ ദുആ പഠിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അൽ ഹുദാ, സന്മാർഗത്തെ ചോദിക്കുന്നു, വത്തുഖാ, സൂക്ഷ്മതയെ ചോദിക്കുന്നു, വൽ അഫാഫ, പവിത്രതയെ ചോദിക്കുന്നു, വൽ ഗിന, സമ്പന്നതയെ ചോദിക്കുന്നു. ഈ സമ്പന്നത എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ആയുസ്സിൽ സമ്പന്നത കിട്ടുക, നമ്മുടെ ആരോഗ്യത്തിൽ സമ്പന്നത കിട്ടുക, നമ്മുടെ സമ്പത്തിൽ സമ്പന്നത കിട്ടുക, നമ്മുടെ മക്കളിൽ ഐശ്വര്യം കിട്ടുക, എന്തും നമുക്കതിൽ പെടുത്താം. അപ്പൊ ഈ ദുആ മറന്നു പോവണ്ട. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. ഈ ദുആ എൻ്റെ ഉമ്മച്ചിമാര് പഠിച്ചു വെക്കണം, വാപ്പമാര് പഠിച്ചു വെക്കണം. നമസ്കാരത്തിന് ശേഷം ഈ ദുആ പറയണം, അതല്ലാത്ത സമയത്ത് നമുക്ക് ഈ ദുആ പറയാം. അപ്പൊ ഈ ദുആ മറന്നു പോവണ്ട. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. ഇനി മറ്റൊരു കാര്യം, ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാനുള്ള മറ്റൊരു കാര്യമാണ് അസ്വദഖതു റദ്ദുൽ ബലാ. സ്വദഖ കൊടുക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക,
പാവപ്പെട്ടവരെ സഹായിക്കും തോറും നമ്മുടെ ആയുസ് അല്ലാഹു തആല ദീർഘിപ്പിച്ചു തരുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു രൂപ നാണയമാവട്ടെ, ആ ഒരു രൂപ കൊണ്ട് അല്ലാഹു തആല നമ്മുടെ നീയത്ത് നല്ലതാണെങ്കിൽ അല്ലാഹു തആല നമ്മുടെ ആയുസ് ദീർഘിപ്പിച്ചു തരുന്നതാണ്. അത് കൊടുക്കുമ്പോൾ അല്ലാഹുവേ എനിക്ക് ആയുസ് നീ ദീർഘിപ്പിച്ചു തരണേ, ഖൈറിലാക്കണേ എൻ്റെ ജീവിതം. നല്ല നീയത്തോടു കൂടി ഒരു രൂപയാണെങ്കിലും കൊടുക്കുക. ഏഴാമത്തേത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ അവന്റെ പ്രഭാത ഭക്ഷണം നേരത്തെയാക്കുക, പ്രദോഷ ഭക്ഷണവും നേരത്തെയാക്കുക, അവനിക്ക് ആയുസ് അല്ലാഹു ദീർഘിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതായത് ആരോഗ്യമുണ്ടാകും. പ്രഭാത ഭക്ഷണം, രാവിലത്തെ ഫുഡ് അത് പരമാവധി നേരത്തെയാക്കുക. ഒരു 9 മണിക്ക് മുമ്പ് നമുക്ക് രാവിലത്തെ ഫുഡ് കഴിക്കാൻ പറ്റും. എൻ്റെ പൊന്നു സോന്ന് പൊയ്ക്കേണ്ടത്, ചുമ്മാ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഭക്ഷണം ആകുന്നതിനെ 10 മണിക്കാണ്. മനഃപൂർവ്വം അങ്ങനെ ദീർഘിപ്പിക്കരുതേ. രാവിലത്തെ ഭക്ഷണം ഒരു 9 മണിക്ക് മുമ്പ്, ഒരു 7:30 കഴിക്കാൻ പറ്റില്ല, ഏറ്റവും നല്ലതാണ്. ഒരു ചെറിയ കഷ്ണം പുട്ട്, ഇച്ചിരി കടലക്കറി, ഒരു 4 ഇഡ്ഡലി, ഒരു 3-4 അപ്പം, അല്ലെങ്കിൽ 2-3 ദോശ, എന്തായാലും മതി. എന്ത് ചെയ്യുക, രാവിലെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഉച്ചക്ക് ഭക്ഷണം കഴിക്കുക. പിന്നെ രാത്രിയിലെ ഭക്ഷണം 10 മണിക്കാക്കരുതേ, 11:30 വയറിന് വലിയ പ്രശ്നമാണ്, വയറിൻ്റെ ഉള്ളിൽ വലിയ പ്രശ്നമാകും. അങ്ങനെ ആയാൽ അതുവഴി രോഗങ്ങളുണ്ടായി വേഗത്തിൽ മരണം സംഭവിക്കാം. അതുകൊണ്ട് രാവിലത്തെ പ്രഭാത ഭക്ഷണം നേരത്തെയാക്കണം. പ്രദോഷ ഭക്ഷണം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ തന്നെ പലപ്പോഴും നബി തങ്ങൾ ഭക്ഷണം കഴിക്കുമായിരുന്നു. അതും കുറഞ്ഞ ഭക്ഷണമാണ് കഴിക്കാറുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാനും ഇനി അത് ശ്രദ്ധിക്കണം, നിങ്ങളും അത് ശ്രദ്ധിക്കണം. രാത്രിയൊക്കെ നല്ലതുപോലെ ചോറൊക്കെ ചുമ്മാ അടിച്ച് കയറ്റും, മന്തി കടിച്ച് കഴിക്കുന്നത് നമ്മുടെ ശാരീരികമായി നമുക്ക് ആരോഗ്യമല്ല, നമുക്ക് ആരോഗ്യക്ഷയം ഉണ്ടാകും, ആരോഗ്യം കുറഞ്ഞു വരും, അതുവഴി രോഗങ്ങൾ ഉണ്ടാകും, അതുവഴി പെട്ടെന്ന് മരണപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 7 മണി അല്ലെങ്കിൽ മഗ്രിബിന് ശേഷം തന്നെ എന്ത് ചെയ്യുക, പരമാവധി ഭക്ഷണം കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുക, ഇല്ലെങ്കിൽ ഇശാ നിസ്കരിച്ച് ഉടൻ തന്നെ കഴിക്കാം. അതായത് ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണമെന്നാണ്. ഇന്നിപ്പോൾ ഭക്ഷണം കഴിക്കാ പോയി കിടക്കുക, ഞാനൊക്കെ അങ്ങനെയാണ്, ഭക്ഷണം കഴിക്കാ പോയി കിടക്കുക. ആ ശീലം നമ്മൾ മാറ്റണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് റജബ് കഴിഞ്ഞ് ശഅബാൻ കഴിഞ്ഞ് റമദാനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ ദുആ മറക്കണ്ട, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ. ആ ദുആയും പറയുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിന എന്ന ദുആയും മറന്നു പോവണ്ട. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റജബ് മാസം നമുക്ക് ബറക്കത്തിന്റെ, സലാമത്തിന്റെ, ഖൈറിന്റെ മാസമാക്കി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ശഅബാൻ വരുന്നു, റമദാൻ വരുന്നു. പടച്ചവനെ, ഈ മാസങ്ങളിലൊക്കെ ഒരുപാട് നന്മയും ശ്രേഷ്ഠതയൊക്കെയുള്ള മാസമാണ്. എല്ലാം നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.